സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചിയിലെ IT കമ്പനിയുടെ മറവിൽ നടന്ന തട്ടിപ്പും കൊല്ലം കൊട്ടിയത്ത് ആംബുലൻസ് ഡ്രൈവർക്ക് മർദ്ദനമേറ്റ കേസും എറണാകുളം കൂനമാവിൽ അന്തേവാസിയെ ക്രൂരമായി മർദ്ദിച്ച കേസും ഉൾപ്പെടെയാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. ആദ്യം പോകുന്നത് കൊച്ചിയിലെ IT കമ്പനിയുടെ മറവിൽ നടന്ന തട്ടിപ്പ് കേസിലേക്കാണ്. അമേരിക്കയിലെ സ്വകാര്യ കമ്പനിക്ക് വെബ് വെർഷനിലും മൊബൈൽ വെർഷനിലും സോഫ്റ്റ്വെയർ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചെന്ന പരാതിയിൽ കൊച്ചിയിലെ IT കമ്പനിക്കെതിരെ പോലീസ് കേസെടുത്തു. ഇൻഫോ പാർക്കിലെ ഐഡിയ മാർക്കറ്റിംഗ് കമ്പനിക്കെതിരെയാണ് ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 43 ലക്ഷം രൂപയും മറ്റ് ചെലവുകൾക്കായി 15 ലക്ഷത്തോളം രൂപയും തട്ടിയെടുത്തെന്നാണ് പരാതി. ഓളം ജോലി കിട്ടട്ടെ, ആ കുടുംബങ്ങളെ രക്ഷപ്പെടട്ടെ എന്നുള്ളൊരു രീതിയിലാണ് US ബേസിലുള്ളൊരു കമ്പനിയുടെ പ്രൊജക്റ്റ്, മാസീവായിട്ടുള്ളൊരു പ്രൊജക്റ്റ് നമ്മൾ കൊച്ചി ഇൻഫോ പാർക്ക് കേന്ദ്രീകരിച്ച് ഇവിടെയുള്ള കമ്പനിക്ക് കൊടുത്തത്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ചീറ്റിംഗ് കമ്പനിയാണ്. ഇത്രയും വലിയൊരു ചീറ്റിംഗ് കമ്പനിയെ നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഇവർ കേരളത്തിലെ ലീഡിംഗ് കമ്പനികളായിട്ടുള്ള 24 ന്യൂസ്, ഏഷ്യാനെറ്റ്, ഫ്ലവേഴ്സ് ഗ്രൂപ്പ്, റേഡിയോ മാംഗോ ഇവരുടെയൊക്കെ ബാക്ക് എൻഡ് സോഫ്റ്റ്വെയർ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇവർ നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത്. അതിൻ്റെ എല്ലാം കോപ്പികൾ നമ്മൾ കാണിച്ചു തരികയുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ വലിയ ആളുകളിലേക്ക് കൂടിയിരുന്ന അതായത് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇവരുടെ എല്ലാം കൂടിയിരുന്ന ഇവർ പ്രൊഫൈല് ഈ ഉണ്ടാക്കിയ പ്രൊജക്റ്റ് നമ്മൾ കാണുവാനായിട്ട് വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്ന ഈ പിക്ചറുകളെല്ലാം നമ്മൾ കാണിച്ചു തന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഇവർ തന്ന ഡോക്യുമെൻ്റ് എല്ലാമാണ് നമ്മൾ വെരിഫൈ ചെയ്തത്. പക്ഷേ ഇതെല്ലാം വേറെ കമ്പനികളുടെ ഡോക്യുമെൻറ്റുകളായിരുന്നു. അത് നമ്മൾ വെരിഫൈ ചെയ്താലും അതിൽ നമുക്ക് ഒരു ആൻസർ നമുക്ക് സ്വാഭാവികമായിട്ടും കിട്ടും. പക്ഷേ ഇതിൽ നിന്ന് ഇപ്പോൾ ഇതുവരെ നമ്മളൊരു 3 മാസത്തെ പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തിട്ട് ഇന്നിപ്പോൾ 16 മാസം പിന്നിട്ടിട്ടും ഇവർ ഈ പ്രൊജക്റ്റ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. 4th മൈൽ സ്റ്റോൺ അങ്ങനെയാണ് നമ്മളിത് പ്ലാൻ ചെയ്തത്. പക്ഷേ മൈൽ സ്റ്റോൺ 1 പോലും ഇതുവരെ കംപ്ലീറ്റഡ് ആയിട്ടില്ല. അതവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഫൈനലി അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളപ്പോഴത്തേനും ഇവർ ചോദിച്ച എമൗണ്ട് നമ്മൾ ഫുൾ എമൗണ്ട് നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞു. ഒന്ന്, നമ്മൾ ഇവിടെയുള്ള കുറച്ച് വിശ്വസ്തരായിട്ടുള്ള സോഫ്റ്റ്വെയറിൽ മിടുക്കന്മാരായിട്ടുള്ള വ്യക്തികൾ ഇന്ത്യയിലുണ്ട് എന്നുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് തന്നെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ വരുന്ന ഒരു 200ഓളം പേർക്ക് കിട്ടുന്ന ജോലി സാധ്യത അതാണ് ഏറ്റവും വലുത്. ഒരു പ്രൊജക്റ്റിന് എപ്പോഴും അതിൻ്റെ ബാക്ക് എൻഡിൽ നമുക്ക് ജോബ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഇത് സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇവിടെ ഒരു 200 പേർക്ക് തൊഴിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ കൊടുത്തത്. പക്ഷേ ഇവിടെ ഇതിൻ്റെ പേരിൽ നടന്നൊരു ചീറ്റിങ്ങാണ്. അപ്പോൾ എനിക്കിത് പറയാനുള്ള, ഇപ്പോൾ മുഖ്യമന്ത്രി ആയിക്കോട്ടുള്ള മന്ത്രിമാരായിക്കൊള്ളട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെല്ലാത്തിനും കൂടെ ഒരു സെപ്പറേറ്റ് ഒരു പോർട്ടൽ വരണം. ഈ ജെനുവിനായിട്ടുള്ള കമ്പനികളെല്ലാം 1 പോർട്ടലിൽ വരുന്ന അതിൽ രജിസ്റ്റർ ചെയ്ത് വേണം പ്രൊജക്റ്റ് പോവുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ള എന്താ പറയുക സോഫ്റ്റ്വെയർ രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ US ഒരു സ്വകാര്യ കമ്പനിയെ പറ്റിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു പേരിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഒരു AI ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രൂപത്തിലേക്ക് ഈ ഒരു സ്ഥാപനം മാറിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഓരോ രൂപത്തിൽ മാറി ഒരു തട്ടിപ്പിൻ്റെ രൂപത്തിലേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ തൃക്കാക്കര നഗരസഭയിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് നടത്തിയ ഹെൽത്ത് വിഭാഗമൊക്കെ നടത്തിയ ഒരു അന്വേഷണത്തിൽ ആ കമ്പനിയിൽ നടത്തിയൊരു ഇൻസ്പെക്ഷനിൽ യാതൊരു വിധത്തിലുള്ള രജിസ്ട്രേഷനോ അല്ലെങ്കിൽ മറ്റ് ലൈസൻസോ ഒന്നും ഇല്ല എന്നാണ് നഗരസഭയിൽ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇൻഫോ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ ഈ IT രംഗത്ത് വലിയ തട്ടിപ്പിനാണ് നേതൃത്വം കൊടുക്കുന്നത്. ഒരു പ്രത്യേക പേരിൽ വന്ന് വലിയ തട്ടിപ്പ് നടത്തിയതിന് ശേഷം അത് അടച്ചുപൂട്ടി വേറെ പുതിയ പേരിൽ വരുന്ന സാഹചര്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികാരികളുടെ ഭാഗത്തുനിന്നും അടിയന്തരമായ നടപടി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കെതിരായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇൻഡിയ മാർക്കറ്റിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിനെ വിശ്വസിച്ചിട്ടാണ് അമേരിക്കൻ കമ്പനി ഇതിലേക്ക് ഇത്തരം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് നല്ല രീതിയിൽ റൺ ചെയ്ത് ഇത് ലോഞ്ച് ആയതിനു ശേഷം അല്ലെങ്കിൽ ലോഞ്ച് ആവുന്നതിനോടനുബന്ധിച്ച് ഒരു 150-200 പേർക്ക് തൊഴിൽ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതുമൂലം ഇല്ലാണ്ടായിപ്പോയത്. ഈ ഒരു തട്ടിപ്പ് പ്രവർത്തനം കൊണ്ട് ഇല്ലാണ്ടായത് ഒരു 10-200 കുടുംബങ്ങളെ രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ അവർക്കൊരു തൊഴിൽ മാർഗം കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതുപോലെ നഷ്ടമായി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, കൊച്ചിയിലെ ഒരു IT മാർക്കറ്റിംഗ് കമ്പനിക്കെതിരെയാണ് ഈ രീതിയിലുള്ള ഒരു പരാതി ഉയർന്നു വന്നത്. പോലീസ് ഇപ്പോൾ ഇൻഫോ പാർക്ക് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്താണ് ഈ പരാതിക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ?
ടോം, ഇൻഫോ പാർക്കിൽ തന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് ഇൻഫോ പാർക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഐന്ദ്രിയ മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറയുന്ന കമ്പനിക്കെതിരെയാണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് ഒരു അമേരിക്കൻ കമ്പനിയാണ്. അമേരിക്കൻ കമ്പനിക്ക് മൊബൈൽ സോഫ്റ്റ്വെയറും അല്ലാതെ വെബ് സോഫ്റ്റ്വെയറും ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടാണ് 43 ലക്ഷം രൂപയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് വെബിൻ്റെയും മൊബൈലിൻ്റെയും സോഫ്റ്റ്വെയർ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 43 ലക്ഷം രൂപയാണ് കമ്പനി കൈപ്പറ്റിയിരിക്കുന്നത്. മറ്റ് ചിലവുകൾക്കായി 15,90,000 രൂപയും കൈപ്പറ്റിയിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിൽ 58,90,000 രൂപ, ഏതാണ്ട് 59 ലക്ഷം രൂപയോളം തട്ടിച്ചു എന്നുള്ള പരാതിയാണ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇൻഫോ പാർക്ക് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കമ്പനിയുടെ ഐന്ദ്രിയ CEO ജ്യോതിഷ് കുമാർ, അതുപോലെ ഫിനാൻസ് ഹെഡ് ആനന്ദ് ദിലീപ് എന്നിവർക്കെതിരെയാണ് കേസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ രണ്ടുപേർക്കുമെതിരെയാണ്. ഇവരെ രണ്ടുപേരും ഒളിവിലാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ എന്താണ് ഇവരുമായി ബന്ധപ്പെട്ടുള്ള ഇവരേത് തരത്തിലാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ പരാതിയുമായി രംഗത്തെത്തിയവർ വലിയ നെറ്റ്വർക്ക് സംവിധാനങ്ങളാണ് ഈ ഐന്ദ്ര സൊല്യൂഷൻസിന് ഉള്ളത് എന്നുള്ളതാണ് പരാതിയുമായി രംഗത്തെത്തിയവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. സോഫ്റ്റ്വെയർ ലഭിക്കാത്തതിനാലാണ് അമേരിക്കൻ കമ്പനി ഇപ്പോൾ നിലവിൽ, അതായത് കേരളത്തിൽ 100 പേർക്ക് ജോലി നൽകാമെന്നുള്ള കണ്ടീഷനോട് കൂടിയാണ് കേരളത്തിൽ തന്നെ ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വെബ് മാർക്കറ്റിംഗ്, വെബ് അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ഡിസൈനിങ്ങിനുള്ള ഇടം കേരളം തന്നെ ആക്കിയതും ആ ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു. പക്ഷേ അത് നിലവിൽ കേരളത്തിൽ നിന്ന് ജോലിക്കെടുത്തുള്ള ആളുകളുടെ തന്നെ ജോലി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് അമേരിക്കൻ കമ്പനിയുടെ നീക്കം. അതായത് അമേരിക്കൻ കമ്പനിക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് നിയമിക്കപ്പെട്ട ആളുകളുടെ ജോലി ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം 4 വിവിധ ഭാഗങ്ങളിലായിട്ട് 4 മൊഡ്യൂളായിട്ടാണ് ഇവർ ഈ സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞിരുന്നതും 3 മാസത്തിനുള്ളിൽ നിർമ്മിച്ച് നൽകാമെന്നുമാണ് പറഞ്ഞിരുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെ ഇത് 16 മാസമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നീക്കുപോക്കുകളും ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട പണം തട്ടിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വിശ്വാസവഞ്ചന, ചതി, പണം തട്ടൽ തുടങ്ങിയ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇൻഫോ പാർക്ക് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ് നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും 16 മാസത്തിന് ആയ ശേഷം, അതായത് 3 മാസത്തിനുള്ളിൽ നിർമ്മിച്ച് നൽകാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട ഡീൽ 16 മാസമായിട്ട് പൂർത്തീകരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. ഇതുമായി ബന്ധപ്പെട്ട് CEO ഏകദേശം 58 ലക്ഷം രൂപയുടെ തട്ടിപ്പ് ഈ അമേരിക്കൻ സ്വകാര്യ കമ്പനിയുടെ പേരിൽ, അതായത് സ്വകാര്യ കമ്പനിക്ക് വെബ് വേർഷനിലും മൊബൈൽ വേർഷനിലും സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് തട്ടിയെടുത്തതായി പരാതിക്കാർ പറയുന്നുണ്ട്. ഇതൊരൊറ്റപ്പെട്ട സംഭവമായിരിക്കുമോ? കൂടുതൽ പേരെ കബളിപ്പിച്ചവർ പണം തട്ടിയെടുത്തിട്ടുണ്ടാകുമോ? മാത്രമല്ല ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു സ്ഥാപനം ഒരു AI ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ കൂടി അവർ ഉന്നയിക്കുന്നുണ്ടല്ലോ. യെസ്, 58 ലക്ഷം രൂപയുടെ തട്ടിപ്പ് ഒരു സ്ഥാപനത്തിൽ നിന്ന് മാത്രം, അതായത് അമേരിക്കയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് മാത്രം 58 ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. അതായത് ഒരു സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് അത് കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്താ ചാനലുകൾക്ക്, മാധ്യമങ്ങൾക്ക് സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകിയത് തങ്ങളാണെന്ന് അവകാശപ്പെടുന്നു. അങ്ങനെ അവകാശപ്പെട്ടാണ് ഈ അമേരിക്കയിലെ കമ്പനിയുമായി ബന്ധപ്പെടുന്നത്. അവരെ കബളിപ്പിച്ച് ഇതിൻ്റെ തുടക്കത്തിലുള്ള ചില പ്രാഥമിക നടപടികൾക്ക് വേണ്ടി മാത്രം, രജിസ്ട്രേഷൻ മറ്റ് നടപടികൾക്ക് വേണ്ടിയും 58 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് പറയുന്നുണ്ട്. ആജ്ഞയിലേക്ക് വീണ്ടും ആജ്ഞ, ഇതൊരൊറ്റപ്പെട്ട സംഭവമായിരിക്കുമോ? കൂടുതൽ പേരെ ഇവർ കബളിപ്പിച്ചിട്ടുണ്ടാകുമോ? പോലീസ് ആ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ടോ? അതായത് 3 മാസം കൊണ്ട് നിർമ്മിച്ച് നൽകാം സോഫ്റ്റ്വെയർ അപ്ഡേഷൻ, വെബ് അപ്ഡേഷനും അതുപോലെ മൊബൈൽ അപ്ഡേഷനും 3 മാസം കൊണ്ട് നിർമ്മിച്ച് നൽകാമെന്നാണ് ഐന്ദ്രിയ മാർക്കറ്റിംഗ് സൊല്യൂഷൻസ് ഇവർക്ക് നൽകുന്ന ഉറപ്പ്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് 58 ലക്ഷം രൂപ, അതായത് 43 ലക്ഷം രൂപ ഈ പറയുന്ന സോഫ്റ്റ്വെയർ നിർമ്മാണത്തിനും അതുപോലെ 15,90,090 രൂപ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചിലവുകൾക്കുമാണ് ഇവർ കൈപ്പറ്റിയിട്ടുള്ളത്. അതായത് 59 ലക്ഷം രൂപയോളം ഈ കമ്പനിയുടെ അധികൃതർ കൈപ്പറ്റിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനിടയിൽ ഉയർന്നു വന്നൊരു പ്രധാനപ്പെട്ട ആരോപണം,
ഇൻഫോ പാർക്കിൽ ഇങ്ങനത്തെ കമ്പനികൾ വരുന്നു, ഇങ്ങനെ ഉള്ള കരാറുകൾ മറ്റു കമ്പനികളുമായി ഇത്തരം കരാറിൽ ഏർപ്പെട്ട ശേഷം അത് അടച്ചുപൂട്ടി പുതിയ കമ്പനിയായി ലോഞ്ച് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്ന് നമ്മളോട് പ്രതികരിച്ചുള്ള ഒരാളും അല്പം മുമ്പ് പറയുന്നത് കേട്ടോ. ഇത്തരം സാഹചര്യങ്ങൾ സർവ്വസാധാരണമാണെങ്കിൽ അത്തരം കാര്യങ്ങളിൽ അന്വേഷണം വേണ്ടേ എന്നുള്ള ഒരു ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട്. പ്രത്യേകിച്ചും ഇങ്ങനെ ഈ 58 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയല്ല. ഒരു കമ്പനിയുടെ, അമേരിക്കൻ കമ്പനിയുടെ ഇവിടെ കേരളത്തിൽ നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ ഒരുങ്ങുന്ന അല്ലെങ്കിൽ ഒരുങ്ങേണ്ടിയിരുന്ന സാഹചര്യം ഒരുക്കാൻ തയ്യാറായിക്കൊണ്ട് കേരളത്തിലേക്ക് തന്നെ വന്നിട്ടുള്ള ഒരു അമേരിക്കൻ കമ്പനിയുടെ അത് അമേരിക്കയിൽ ചെയ്യാൻ പറ്റാഞ്ഞിട്ടായിരുന്നില്ല കേരളത്തിലെ ആളുകളെ അത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കേരളത്തിലുള്ള ആളുകൾക്ക് തൊഴിലുറപ്പ് നൽകാൻ വേണ്ടി തന്നെയായിരുന്നു അത് കേരളത്തിലെ ഒരു കമ്പനിയെ ഇതുമായി ബന്ധപ്പെട്ട ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ അതിൽ തട്ടിപ്പ് നടത്തി ഈ 3 മാസം കൊണ്ട്, അതായത് ഇവർക്ക് മുൻ എക്സ്പീരിയൻസുകൾ ഇവർ വലിയ കമ്പനികളുടെ പ്രൊഫൈലുകൾ ചെയ്തു നൽകിയിട്ടുണ്ട് എന്നുള്ള വലിയ ഒരു എക്സ്പോഷർ ഉണ്ടാക്കിയ ശേഷമാണ് ഇവർ ഈ കമ്പനിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയതും ഇവരുടെ വിശ്വാസ്യത പിടിച്ചു പറ്റിയതുമായിരുന്ന സാഹചര്യത്തിലേക്ക് പോയത്. അതിനുശേഷം ഈ കമ്പനിയുടെ കരാറുമായി മുന്നോട്ട് പോകുന്നു. 3 മാസത്തിനുള്ളിൽ ഇത് നൽകാം, അതായത് ചെയ്തു നൽകാം വെബിനും, അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കുള്ള മുഴുവൻ ആപ്ലിക്കേഷനുകൾ, മൊബൈൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ളതും അതുപോലെ വെബിലേക്കുള്ള മുഴുവൻ സപ്പോർട്ടും സോഫ്റ്റ്വെയർ സപ്പോർട്ടും ചെയ്ത് നൽകാമെന്നുള്ള കരാറിലാണ് ഇവർ ഈ 58 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുള്ളത്. അതിൽ 43 ലക്ഷം രൂപ സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അത് 3 മാസത്തിനുള്ളിൽ നൽകാം. അതേസമയം 4 ഘട്ടങ്ങളിലായി ചെയ്ത് തീർക്കേണ്ടുന്ന ഒരു രീതിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു പ്ലാൻ ഇട്ടത്. അത് 3 മാസത്തിനുള്ളിൽ ചെയ്ത് തീർക്കാമെന്നുള്ള കരാറോട് കൂടിയാണ്. അതേസമയം ഈ കരാർ അവസാനിച്ചിട്ട് ഈ 3 മാസം കഴിഞ്ഞിട്ട് ഈ പണം കൈപ്പറ്റിയിട്ട് 16 മാസമായതിനു ശേഷമാണ് ഇവർ പരാതിയുമായി, ഈ അമേരിക്കൻ കമ്പനിയുടെ ആളുകൾ പരാതിയുമായി രംഗത്തെത്തുന്നത്. എന്തായാലും ഇൻഫോ പാർക്ക് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസവഞ്ചനയും പണം തട്ടലും ചതിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേസെടുത്തിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ CEO ജ്യോതിഷ് കുമാറിനെയും അതുപോലെ ഫിനാൻസ് ഹെഡ് ആനന്ദ് ദിലീപ് എന്ന് പറയുന്ന ആളെയുമാണ്. ഇൻഫോ പാർക്ക് പോലീസാണ് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള IT സ്ഥാപനത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അമേരിക്കൻ കമ്പനിക്ക് സോഫ്റ്റ്വെയർ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലാണ് നടപടി. കൊല്ലം കൊട്ടിയത്ത് ആംബുലൻസ് ഡ്രൈവർക്ക് മർദ്ദനം. ബൈക്കിലെത്തിയ 3 അംഗ സംഘമാണ് മർദ്ദിച്ചത്. പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും രാത്രി രോഗിയുമായി കൊട്ടിയം കിംസ് ആശുപത്രിയിലേക്ക് പോകുമ്പോഴായിരുന്നു ആക്രമണം. വിശദാംശങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഒരു രോഗിയുമായി പോയ ആംബുലൻസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. എന്താണ് സംഭവത്തിന് കാരണമെന്ന് മനസ്സിലായിട്ടുണ്ടോ? ടോം, കഴിഞ്ഞ ദിവസമാണ് ഈ ദൃശ്യങ്ങൾക്കാസ്പദമായ സംഭവം ഉണ്ടായത്. പത്തനാപുരത്തുള്ള ഒരു സ്വകാര്യ ആംബുലൻസാണ് അവിടെ നിന്നും ഒരു രോഗിയെ കൊട്ടിയത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പത്തനാപുരം സ്വദേശിയായ ആംബുലൻസ് ഡ്രൈവറാണ് വാഹനം ഓടിച്ചിരുന്നത്. ദൃശ്യങ്ങൾ കാണുന്ന 3 യുവാക്കൾ വാഹനം തടഞ്ഞു നിർത്തുകയും അതുപോലെ തന്നെ ഈ ഡ്രൈവറെ ആക്രമിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് അതിൽ വ്യക്തമായി കാണാൻ കഴിയും. ആംബുലൻസിൻ്റെ സൈഡ് മിറർ തകർക്കുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ അസഭ്യം പറയുന്നു. ഡ്രൈവറെ ആക്രമിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊട്ടിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3 യുവാക്കൾക്കായിട്ട് ഇപ്പോൾ അന്വേഷണം ഊർജിതമായി തുടരുന്നു. എന്തായാലും ഈ അക്രമത്തിൽ പരിക്കേറ്റ ഈ ആംബുലൻസ് ഡ്രൈവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ആ ഒരു സ്ഥിതി ശാന്തമാക്കിയത് നാട്ടുകാർ ഇടപെട്ടാണ്. നാട്ടുകാർ ഇടപെട്ടതിനെ തുടർന്നാണ് ഈ ആംബുലൻസിൽ ഉള്ള രോഗിയും കൊണ്ട് അയാൾ വാഹനം കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. എന്തായാലും പോലീസ് കേസെടുത്തിട്ട് അന്വേഷണം ഊർജിതമായി തുടരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കേട്ടോ. ഈ 3 അംഗ സംഘം ആംബുലൻസ് തടഞ്ഞു നിർത്തി വാഹനം കുറുകെ ഇട്ട് നടത്തിയ ആക്രമണമായിരുന്നോ വിനീഷ്?
ടോം, ഇത് സംഭവം പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. പത്തനാപുരത്ത് നിന്നും രോഗിയുമായിട്ട് ഈ കൊട്ടിയത്തുള്ള ആശുപത്രിയിലേക്ക് ഈ ആംബുലൻസിൽ വരുമ്പോൾ തന്നെ മുന്നിൽ ഇവർ ബൈക്കിൽ പോകുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പിന്നിൽ നിന്നും ആംബുലൻസ് ഹോൺ മുഴക്കി ഇവർ ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള ശ്രമം നടത്തി. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കമാണ് ഈ ഒരു അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഇനി ഈ പ്രതികളെ പിടികൂടിയെങ്കിൽ മാത്രമേ ഇതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ ആംബുലൻസ് ഡ്രൈവറുടെ മൊഴി ഇങ്ങനെയാണ് പറയുന്നത്. സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇയാൾ ഹോൺ മുഴക്കിയത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിനെ ചൊല്ലിയുണ്ടായ ഒരു തർക്കമാണ്. ഉടൻ തന്നെ ഇവർ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു, അസഭ്യം പറയുകയായിരുന്നു എന്നാണ് ഈ ഡ്രൈവറുടെ മൊഴിയിൽ പറയുന്നത്. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ടോം, ഗൗരവമായിട്ട് അന്വേഷിക്കുന്നു എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഈ പ്രതികൾ എന്ന് ആരോപിക്കുന്ന ഇവർ ഈ അക്രമത്തിന് നേതൃത്വം നൽകിയ ഈ 3 യുവാക്കൾക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇവർ പിടിയിലാകുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ടോം, യെസ് വിനീഷ്, ഇങ്ങനെ യാതൊരു പ്രകോപനവുമില്ലാതെ ഇങ്ങനെ ആംബുലൻസ് തടഞ്ഞു നിർത്തുന്നു, ആംബുലൻസിന് കുറുകെ വാഹനമിട്ട് ഡ്രൈവറെ മർദ്ദിക്കുന്നു. ആ സമയത്ത് വാഹനത്തിൽ രോഗികൾക്കൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിരോധമൊന്നും ഉണ്ടായില്ലേ? തീർച്ചയായും ടോം, നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ആംബുലൻസിനുള്ളിൽ രോഗി കിടക്കുന്നതായി കാണാം. രോഗിയുടെ കൂട്ടിരിപ്പുകാർ ഉൾപ്പെടെ ആ ആംബുലൻസിലുണ്ട്. നമുക്കറിയാം, അത്യാഹിത വിഭാഗവുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് എല്ലാ ആംബുലൻസ് ഡ്രൈവർമാർക്കും ഉള്ളത്. അപ്പോൾ ഈ ജീവനും കൊണ്ടാണ് പോകുന്നത്. ഒരു അത്യാഹിത വിഭാഗത്തിൽ തന്നെ ഉള്ള ഒരു രോഗിയെ പെട്ടെന്ന് തന്നെ അടിയന്തര ശുശ്രൂഷയ്ക്കായിട്ട് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സാഹചര്യമാണ് ഇത്തരത്തിലുള്ളൊരു അക്രമത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. ഇത്തരം ഈ രോഗികളുമായിട്ട് പോകുന്ന ആംബുലൻസ് ഡ്രൈവർമാരെ തടഞ്ഞു നിർത്തുന്നു, ഇവരുടെ ജോലി തടസ്സപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ രോഗിക്ക് ആ സമയം എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ഈ മറ്റുള്ളവർ ഉത്തരവാദികളായി മാറേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. പോലീസ് അത്തരത്തിൽ തന്നെയാണ് ഒരു വിഷയം കാണുന്നതും. പക്ഷേ എന്തായാലും പത്തനാപുരം സ്വദേശികളായിരുന്നു ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗികളടക്കം. ഇവരെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് ഡ്രൈവർ അടുത്ത ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും അത്രയും സമയം, ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ ഒരു രംഗം വഷളായ സാഹചര്യം എത്തി. പിന്നിൽ വന്ന ഒരാളാണ് ഈ ദൃശ്യങ്ങൾ. ഇവിടെ വളരെ വ്യക്തമാണ്, ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പ്രതികളുടെ മുഖം. ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ? മദ്യലഹരിയിലോ മറ്റോ ആയിരുന്നു ആക്രമണം? ടോം, പോലീസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം ഇതുവരെയും ഈ 3 പേരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവർ ഈ കൊല്ലം ജില്ലക്കാരാണോ ഇനി മറ്റേതെങ്കിലും ജില്ലയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണോ എന്നുള്ളതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങൾ വലിയ ഒരു തെളിവ് തന്നെയാണ്. ഇവർ ആക്രമിച്ചു എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതുപോലെ തന്നെ അസഭ്യം പറയുന്നുണ്ട്. ഈ വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുൻഭാഗത്തെ ഈ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ഡ്രൈവറെയാണ് ഈ ഡോർ തുറന്ന് ആക്രമിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നത്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ആ സമയം വെച്ചിട്ട് സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പ്രതികൾ പോകുന്ന വഴിയിൽ അടക്കമുള്ള ദൃശ്യങ്ങൾ കളക്ട് ചെയ്ത് ഉള്ള അന്വേഷണം ഊർജിതമാകുന്നുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരം. ഉടൻ തന്നെ ഇവർ പിടിയിലാകും എന്നാണ് പോലീസ് നിന്നും പറയുന്നത്. കേട്ടോ, യെസ്, വ്യക്തമാണ്. എസ് വിനീഷാണ് കൊല്ലം കൊട്ടാരക്കരയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ക്രൂരമായ മർദ്ദനത്തിന് വിധേയനാക്കി 47-കാരനെ തൃശൂർ കൊടുങ്ങല്ലൂരിൽ റോഡരികിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സംഭവത്തിൽ എറണാകുളം കൂനമാവിലെ ഇവാഞ്ചലാശ്രമം അഗതി മന്ദിരത്തിന്റെ ഉടമയായ ബ്രദർ അമൽ എന്നറിയപ്പെടുന്ന അമൽ ഫ്രാൻസിസ്, ഇയാളുടെ വളർത്തുമകൻ ആരോമൽ, കോട്ടയ്ക്കൽ സ്വദേശി നിധിൻ എന്നിവരെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ട ഇതര സംസ്ഥാനക്കാരെ കൂടി പിടികൂടാനുണ്ട്. കൊലക്കേസ് പ്രതിയായ ആലപ്പുഴ സ്വദേശി സുദർശനെ അഗതി മന്ദിരത്തിലെ മറ്റ് അന്തേവാസികളാണ് ക്രൂരമായി മർദ്ദിച്ചത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടലുളവാക്കിയ സംഭവമായിരുന്നു. ഒരു കൊലക്കേസ് പ്രതിയെ, അതും മാനസിക വിഭ്രാന്തിയെ തുടർന്ന് കൂനമ്മാവിലെ അഗതി മന്ദിരത്തിലെത്തിച്ച പ്രതിയെ അവിടുത്തെ അഗതി മന്ദിരത്തിൽ അന്തേവാസികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നു. അയാളുടെ ഒരു കണ്ണ് പൂർണ്ണമായും തകർത്ത നിലയിലായിരുന്നു, ജനനേന്ദ്രിയം തകർത്ത നിലയിലായിരുന്നു. എന്താണ് ആക്രമണത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ കേസിൽ ഈ അഗതി മന്ദിരത്തിൻ്റെ നടത്തിപ്പുകാരുടെ പങ്ക് എന്താണ്?
ടോമി കേസിൽ 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്ന് അഗതി മന്ദിരം നടത്തുന്ന ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്ന അഗതി മന്ദിരം നടത്തുന്ന ഫ്രാൻസിസ് എന്ന് പറയപ്പെടുന്ന, പിന്നീട് ബ്രദർ അമൽ എന്ന് വിളിക്കപ്പെടുന്ന ആളാണ്. ഇതിൻ്റെ അതും അദ്ദേഹത്തിൻ്റെ 2 സഹായികളുമാണ് ഇതിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ പറയുന്നത് ഇയാളെ ഈ പരിക്ക് പറ്റിയ മാരകമായ രീതിയിൽ പരിക്ക് പറ്റിയ ആലപ്പുഴ സ്വദേശി സുദർശനെ കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിൽ ഈ വഴിയിൽ നിന്ന് ബഹളമുണ്ടാക്കിയെന്നതടക്കമുള്ള കാര്യങ്ങൾ കാണിച്ചാണ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ഇയാളെ റിമാൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ അതിന് ഇയാളെ മറ്റൊരിടത്തേക്ക് മാറ്റുക, കാരണം മാനസിക വിഭ്രാന്തി അടക്കം പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോഴാണ് ഇയാളെ ഈ അഗതി മന്ദിരത്തിലേക്ക് ഇവിടേക്ക് എത്തിക്കുന്നത്. ഇവിടെ വെച്ച് ഇയാൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം അവിടെ വെച്ചാണ് ഈ രീതിയിൽ മാരകമായ രീതിയിലേക്ക് മുറിവേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇയാൾക്ക് കത്തിക്കൊണ്ട് ദേഹമാസകലം കത്തിക്കൊണ്ട് കുത്തേൽക്കുകയും അതോടൊപ്പം തന്നെയാണ് ജനനേന്ദ്രിയം ഛേദിക്കപ്പെടുന്ന രീതിയിലേക്കും എല്ലാം തന്നെ ആയത്. ഇയാളെ പിന്നീട് ഇവർ ചേർന്ന്, കാരണം ഇവിടെ വെച്ച് ഇയാൾ മരിച്ചു പോകുമോ എന്നൊരു ഭയം ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ ഇവിടെ നിന്ന് ഇവാഞ്ചലിക്കൽ ആശ്രമത്തിന് തന്നെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോവുകയും അവിടെ ഇയാളെ ആളൊഴിഞ്ഞെടുത്ത് ഉപേക്ഷിക്കുകയുമാണ് ഉണ്ടായത്. ഇത് ആദ്യഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് ഈ ആശ്രമത്തിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിരുന്നില്ല. എന്നാൽ ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നപ്പോഴാണ് ഇയാളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത കാര്യങ്ങളുമെല്ലാം തന്നെ വ്യക്തമായിരുന്നു. അതിനുശേഷമാണ് ഇയാളെ എവിടെയാണ് എത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം ചെല്ലുകയും കൂനമ്മാവിൽ ഈ ആശ്രമത്തിൻ്റെ സ്ഥലത്ത് ഇവിടെ ചെന്ന് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞത് അന്ന് തന്നെ ഇവിടെ നിന്ന് പോയി എന്നാണ് പറഞ്ഞിരുന്നത്. വ്യക്തമായ മറ്റൊരു ഉത്തരവും നൽകിയിരുന്നില്ല. എന്നാൽ പിന്നീട് പോലീസ് നടത്തിയ വ്യാപകമായ അന്വേഷണത്തിൽ ഈ CCTV ദൃശ്യങ്ങളടക്കം കണ്ടെടുക്കുകയും ചെയ്തു. ഈ CCTV ദൃശ്യങ്ങളിൽ ഈ ആശ്രമത്തിൻ്റെ വാഹനം അവിടെ നിന്ന് കടന്നു പോകുന്നൊരു ദൃശ്യങ്ങൾ കിട്ടുന്നു. പിന്നീടാണ് ഇതിലേക്ക് കൂടുതൽ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിലാണ് ഇയാളുടെ സഹായികൾ ആദ്യം പിടികൂടുന്നത്. സഹായികൾ പറഞ്ഞു നൽകിയിരിക്കുന്നൊരു മൊഴി ഈ അമൽ പറഞ്ഞിട്ടാണ്, ഈ ആശ്രമം നടത്തിപ്പുകാരൻ പറഞ്ഞിട്ടാണ് ഇയാളെ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചത് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇയാൾ ഈ ആക്രമണത്തിനിരയായി മരിച്ചു പോകുമെന്നൊരു ഭയമുണ്ടായിരുന്നു. അപ്പോൾ ഇയാളെ ഉപേക്ഷിക്കാനായിട്ടുള്ള നിർദ്ദേശത്തിലാണ് ഇയാളെ ഇവർ കൊണ്ടുവന്ന് ഇവിടുന്ന് ഉപേക്ഷിക്കുകയും തുടർന്ന് ഇവർ കടന്നു കളയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആശുപത്രിയിൽ ഇവിടെ ഈ അഗതി മന്ദിരത്തിനുള്ളിൽ വെച്ച് മറ്റ് അന്തേവാസികളാണ് ഈ സുദർശനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. അതിൻ്റെ കാരണമൊന്ന് വ്യക്തമാകണം, ഈ മർദ്ദനത്തിൻ്റെ കാരണം വ്യക്തമാണ്. മാത്രമല്ല മരിച്ചുവെന്ന് കരുതിയാണ് ഈ അഗതി മന്ദിരത്തിൻ്റെ നടത്തിപ്പുകാർ ഇയാളെ വഴിയരികിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നത്. അതിനപ്പുറം ഈ മർദ്ദനത്തിൽ ഈ ബ്രദർ അമൽ എന്നറിയപ്പെടുന്ന ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരനും സഹായികൾക്കും വ്യക്തമായ പങ്കുണ്ടോ? ടോമി, മർദ്ദനത്തിൽ ഇവർക്ക് വ്യക്തമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവരെല്ലാം നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. പക്ഷെ അറിയേണ്ടത് എന്ത് കാരണത്താലാണ് ഈ രീതിയിലുള്ളൊരു കൊടിയ പീഡനം, കൊടിയ മർദ്ദനം അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നതാണ്. ഇത് സംബന്ധിച്ച് പോലീസ് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ്. കാരണം ഇതിനെക്കുറിച്ചൊരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഇതേപോലെ ഇത്ര നിഷ്ഠൂരമായി ഇയാളെ മർദ്ദിച്ച് അവശയാക്കണമെങ്കിൽ എന്താണ് നടന്നിരിക്കുന്നത്? കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെടാനൊരു സാധ്യതയും പോലീസ് കരുതുന്നുണ്ട്. കാരണം അതിൽ അന്തേവാസികളാണോ അതോ പുറത്തു നിന്നുള്ളവർ ഇതിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. അതിനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഈ സുദർശനൻ കൊലപാതക കേസുകളിലടക്കം നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ ഒരാളാണ്. അപ്പോൾ മറ്റു രീതിയിലുള്ളൊരു ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇതിൻ്റെ ഒരു സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ആശ്രമത്തിന് അകത്ത് വെച്ച് തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി പരിശോധന വേണം. CCTV അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാൻ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ വരാപ്പുഴ പോലീസും ഈ കേസിൽ കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം അവരുടെ ഭാഗത്തു നിന്നും അന്വേഷണം തുടരുകയാണ്. 2 പോലീസ് സ്റ്റേഷനിലാണ് കേസ് വന്നിരിക്കുന്നത്. ഒന്ന് കൊടുങ്ങല്ലൂരും ഭ്രാന്തിയുള്ളവര്, ആരോരുമില്ലാത്തവര്, വയോധികരൊക്കെയാണ് ഈ ആശ്രമത്തില് കൂനമ്മാവിലെ ഈ അഗതി മന്ദിരത്തിൽ താമസിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനു മുൻപ് എന്തെങ്കിലും ആരോപണം ഈ അഗതി മന്ദിരത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ടോ? സമാനമായ എന്തെങ്കിലും കേസുകൾ ഈ അന്തേവാസികളെ മർദ്ദിച്ച സംഭവങ്ങൾ എന്തെങ്കിലും ഉയർന്നു വന്നിട്ടുള്ളതാണോ?
ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുള്ളതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം ക്രിമിനൽ സ്വഭാവത്തോടുകൂടി ഈ രീതിയിലുള്ള ഒരു അക്രമം നടന്നതായും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നേരത്തെ ചില ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നിരുന്നത് സാമ്പത്തികമായ ചില കാര്യങ്ങൾ ഫണ്ട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നതാണ്. പക്ഷെ അതിലൊരു നിയമകാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അതിൽ ഒരു തുടർച്ചയിലേക്ക് അത് പോയിരുന്നില്ല. ചില ആരോപണങ്ങൾ എന്ന രീതിയിലാണ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉയർന്നിരുന്നത്. ഇതിപ്പോൾ ഒരു തീർത്തും ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കൊലപാതക ശ്രമം അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ഇതിനകത്തുള്ള ഒരു അന്തേവാസികളെന്ന് പറയുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്നവരാണ് കൂടുതലായിട്ടുള്ളത്. പലരും അശരണരാണ്, ഉപേക്ഷിക്കപ്പെട്ടവരാണ്, പലരും പ്രായാധിക്യമുള്ളവരാണ്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഈ രീതിയിലുള്ളൊരു വലിയ രീതിയിലുള്ളൊരു പീഡന ശ്രമങ്ങൾ ഉണ്ടാകുന്നത് അത് ആ രീതിയിൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. എന്തുകൊണ്ട് പിന്നെ അവിടെ ഒരു കാരണമുണ്ടായി, ഇങ്ങനെ ഇയാൾക്ക് മർദ്ദനമേൽക്കാനുള്ള കാരണമുണ്ടായി. ഇവർ രണ്ടുപേരും തന്നെ ഇവരെ കസ്റ്റഡിയിൽ എടുത്തവരെല്ലാം ഇവരെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് എന്തായിരിക്കും കാരണമെന്നതും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഏതായാലും ആശുപത്രിയിൽ കഴിയുന്നയാൾ സുദർശൻ്റെ നില ഗുരുതരമായിട്ട് തന്നെ തുടരുകയാണ്. ഇയാളുടെ കണ്ണിനടക്കം മുറിവേറ്റിട്ടുണ്ട്, കത്തിക്കൊണ്ട് വരഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം അത്ര നിഷ്ഠൂരമായിട്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്താണ് അതിനുള്ളൊരു കാരണം? ജനനേന്ദ്രിയം അടക്കം ഛേദിക്കപ്പെട്ടിരിക്കുന്നു, കത്തിക്കൊണ്ട് ശരീരത്തിൽ പല ഇടങ്ങളിലായിട്ട് കൊണ്ട് ആഴത്തിൽ മുറിവേറ്റിരിക്കുന്ന ഒരു സാഹചര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇത് ഇയാളെ തീർത്തും കൊലപ്പെടുത്തുവാൻ വേണ്ടി തന്നെയുള്ള ശ്രമങ്ങളാണോ, അതോ ഏതെങ്കിലും ഒരു കാരണങ്ങളുടെ പേരിൽ തുടക്കത്തിലുണ്ടായ മർദ്ദനങ്ങളാണോ എന്നതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. എന്നാലും ഇക്കാര്യത്തിൽ വൈകാതെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായൊരു വിശദീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. സ്പോട്ട് ലൈവ് തുടരുന്നു. ഷാഫി പറമ്പിൽ MP ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് അനുമതി തേടി CI അഭിലാഷ് ഡേവിഡ് വടകര റൂറൽ SPക്ക് നൽകിയ അപേക്ഷ DGPക്ക് കൈമാറി. പേരാമ്പ്ര സംഘർഷത്തിൽ തന്നെ ആക്രമിച്ചത് അഭിലാഷ് ഡേവിഡാണെന്നും ഇയാൾ 2 വർഷം മുന്നേ പോലീസിൽ നിന്നും പിടിച്ചുവിടപ്പെട്ട ഉദ്യോഗസ്ഥനാണെന്നുമായിരുന്നു ഷാഫിയുടെ ആരോപണം. വാർത്താ സമ്മേളനത്തിൽ ഫോട്ടോ സഹിതമാണ് വടകര കൺട്രോൾ റൂം CI അഭിലാഷിനെതിരെ ഷാഫി ആരോപണങ്ങൾ ഉന്നയിച്ചത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ MP CI അഭിലാഷ് ഡേവിഡിനെതിരെ ഉന്നയിച്ചത്. അതായത് ആഭ്യന്തര വകുപ്പ് പുറത്താക്കിയ 144 പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് അഭിലാഷ് ഡേവിഡ്. ഇയാൾ പിന്നീട് അട്ടിമറിയിലൂടെ ഇയാൾ വീണ്ടും സർവീസിൽ കയറുന്നു. തന്നെ മർദ്ദിച്ചത് അഭിലാഷാണെന്ന് പറയുന്നു. അങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. പക്ഷേ ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുന്നു. എന്ത് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അത്തരമൊരു നീക്കം അഭിലാഷിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്? ടോമോ, പേരാമ്പ്രയിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസും UDFും തമ്മിലുള്ള വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഷാഫി പറമ്പിൽ MPയും കോൺഗ്രസ് നേതാക്കളും DGPക്ക് അടക്കം പരാതി നൽകുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ പരാതി നൽകിയെങ്കിലും അതിന്മേൽ കൃത്യമായൊരു നടപടി ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായില്ല. ഒപ്പം കോഴിക്കോട് റൂറൽ SP പരസ്യമായി പറയുകയും ചെയ്തിരുന്നു, പോലീസിനുള്ളിലെ ചില കുഴപ്പക്കാരാണ് പ്രശ്നങ്ങൾക്ക് കാരണം, അവരെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കണ്ടുപിടിക്കും എന്നടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനുശേഷം യാതൊരു നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ഷാഫി പറമ്പിൽ MP ചില ദൃശ്യങ്ങളും ചിത്രങ്ങളുമൊക്കെയായി മാധ്യമപ്രവർത്തകരെ കാണുകയും ഈ അഭിലാഷ് ഡേവിഡ് എന്ന വടകര കൺട്രോൾ റൂമിലെ SHO ആയ സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെതിരെ രംഗത്തെത്തുകയും ചെയ്തു. അദ്ദേഹമാണ് വിവിധ ദിശകളിൽ മാറി മാറി തന്നെ അടിക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടിയാണ് തന്റെ തലയിൽ കൊണ്ടത്, തന്നെ വകവരുത്തുക എന്ന അല്ലെങ്കിൽ ശരിപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ പോലീസുകാരൻ ഉണ്ടായിരുന്നത് എന്നും ഷാഫി പറഞ്ഞു. മറ്റു ചില ഉദ്യോഗസ്ഥർ ചേർന്ന് ഇദ്ദേഹത്തെ അവിടെ നിന്ന് പിന്തിരിപ്പിച്ചു പോവുകയായിരുന്നു എന്നും ഷാഫി വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഒരു തെളിവെന്നവണ്ണം ചില ദൃശ്യങ്ങളും ചിത്രങ്ങളുമൊക്കെ മാധ്യമങ്ങൾ വഴി പുറത്തുവിടുകയും ചെയ്തു. അന്ന് തന്നെ പക്ഷേ ആരോപണ വിധേയനായ അഭിലാഷ് ഡേവിഡ് ഇക്കാര്യങ്ങൾ നിഷേധിച്ചിരുന്നു. തനിക്ക് ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരിടത്തായിരുന്നു അന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. ഈ ഷാഫി പറമ്പിൽ അടക്കം നിന്ന ഇടത്തേക്ക് താൻ പോയില്ല, അവിടേക്ക് പോകേണ്ട
ആവശ്യമില്ലായിരുന്നു. ദൃശ്യങ്ങൾ വ്യക്തമല്ല, അല്ലെങ്കിൽ തൻ്റെ സാന്നിധ്യം പ്രകടമായിരുന്നുവെന്ന് തെളിയിക്കാൻ പര്യാപ്തമായതല്ല ദൃശ്യങ്ങളും ചിത്രങ്ങളും എന്ന് അന്ന് അഭിലാഷ് ഡേവിഡ് പറയുകയും ചെയ്തു. എന്തായാലും ഇതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ അപകീർത്തികരമായ കാര്യങ്ങൾ ചെയ്തു എന്നാരോപിച്ച് ഷാഫി പറമ്പിലിനെതിരെ നിയമ നടപടികൾക്ക് അഭിലാഷ് ഡേവിഡ് ഒരുങ്ങുന്നത്. ഇതിൻ്റെ ആദ്യ പടി എന്നവണ്ണം കോഴിക്കോട് റൂറൽ SP സംബന്ധിച്ച കത്ത് നൽകിയിരിക്കുന്നു. ആ കത്ത് റൂറൽ SP DGPക്ക് കൈമാറിയിട്ടുണ്ട്. DGP ആണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. എന്തായാലും അതീവ ഗൗരവതരമായ ആരോപണങ്ങൾ അഭിലാഷ് ഡേവിഡിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിലേറ്റവും പ്രധാനം സംസ്ഥാന സർക്കാർ പിരിച്ചുവിടാൻ ഉത്തരവിട്ട ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽപ്പെട്ട ആളാണ് അഭിലാഷ് ഡേവിഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം മാഫിയ ബന്ധവും പോക്സോ കേസ് അട്ടിമറിയും ഒക്കെയായി ബന്ധപ്പെട്ടാണ് ആദ്യം സസ്പെൻഷൻ നൽകുകയും പിന്നീട് ഡിസ്മിസൽ നൽകുകയും, അതായത് സർവീസിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തത്. എന്നാൽ ഈ സസ്പെൻഷൻ അപ്പുറം ഈ ഡിസ്മിസലുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ പൊതു ഇടത്തിൽ വ്യക്തമല്ല. ഒപ്പം ഈ പോലീസ് വെബ്സൈറ്റിൽ പോലും അഭിലാഷിന്റെ പേരില്ല എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു. 144 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട സർക്കാർ മാതൃകാപരമായ നിലപാടുകളാണ് സ്വീകരിച്ചത്. സംസ്ഥാനത്ത് ഒരു സേനയും ഇത്തരത്തിലുള്ള ഒരു നിലപാടുകൾ കൈക്കൊണ്ടിട്ടില്ല എന്ന് നിയമസഭയിൽ ഇക്കാര്യം ഒരു വലിയ അവകാശവാദമായി മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വാദം തന്നെ പൊളിയുന്ന കാര്യങ്ങളാണ് അഭിലാഷിന്റെ സസ്പെൻഷനും പിന്നീടുള്ള പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു. എന്തായാലും അതിനും കൃത്യമായി തന്നെ അഭിലാഷ് ഡേവിഡ് നമ്മളോടടക്കം മറുപടി പറഞ്ഞിരുന്നു. കാരണം ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ തനിക്കെതിരെ സസ്പെൻഷൻ നടപടികൾ ഉണ്ടായി. ഇതേ തുടർന്ന് താൻ അപ്പീൽ നൽകുകയും ഒരു പ്രത്യേക സമിതി ഇക്കാര്യങ്ങൾ അന്വേഷിക്കും, തന്നെ കുറ്റവിമുക്തനാക്കപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് താൻ സർവീസിൽ തിരികെ പ്രവേശിച്ചത്. മറിച്ച് ഈ ഷാഫി പറമ്പിൽ ഉന്നയിച്ച പോലെയുള്ള ആരോപണങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം ഈ SFIക്കാരനാണ് CPMന്റെ വഞ്ചിയൂർ ഓഫീസിൽ സ്ഥിരമായി പോകുന്ന അടക്കമുള്ള നിരവധി ആരോപണങ്ങൾ ഈ SHOയ്ക്കെതിരെ അല്ലെങ്കിൽ ഈ CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെതിരെ ഷാഫി പറമ്പിൽ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും അതിന്റെയൊക്കെ ഒരു ആകെ തുക എന്നതുകൊണ്ടുമാണ് ഇത്തരത്തിലൊരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കൂടി ഉള്ളത് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനായി കുറച്ച് ദിവസങ്ങൾ കോൺഗ്രസ് നൽകിയിരുന്നു. ആ ദിവസങ്ങളുടെ ഒരു കാലാവധി അവസാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ റൂറൽ SPയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്ന് കോൺഗ്രസ് അറിയിച്ചെങ്കിൽ പോലും തീർച്ചയായും ഡാനി, അവിടെ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ കാര്യമുണ്ട്. ഈ അഭിലാഷ് ഡേവിഡ് ഉൾപ്പെടെയുള്ള ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, അതല്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയായിരിക്കുമോ അഭിലാഷ് ഡേവിഡിന്റെ പുതിയ നീക്കം? തീർച്ചയായും അങ്ങനെ തന്നെ വിചാരിക്കേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഈ റൂറൽ SPയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തും, അദ്ദേഹത്തിന്റെ വീട് ഉപരോധിക്കുമെന്നൊക്കെ അറിയിച്ചെങ്കിലും അദ്ദേഹം ഈ ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട് പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്ന സാഹചര്യം കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള മാർച്ച് നടത്തുന്നില്ല എന്നാണ് നമുക്ക് തൽക്കാലം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ സ്ഥാനത്താണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച DYSP ഹരിപ്രസാദിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്താനായി പ്രഖ്യാപനം വന്നിരിക്കുന്നത്. നാളെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നത്. ഒപ്പം മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെയും ഈ DYSP അടക്കമുള്ള ആളുകൾക്കെതിരെയും ഇക്കാര്യത്തിൽ സംശയമുന്നിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് നേരത്തെ പുറത്തുവിട്ട ദൃശ്യങ്ങളുള്ള മറ്റ് പോലീസുകാർക്കെതിരെയും പ്രതിഷേധം നടത്താൻ തന്നെയാണ് തീരുമാനമായിരിക്കുന്നത്. എന്തായാലും നാളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DYSPയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്താനായി ഇരിക്കെ തന്നെയാണ് ഇപ്പോൾ ഇത്തരം ഒരു പരാതിയുമായി അഭിലാഷ് ഡേവിഡ് രംഗത്തെത്തിയിരിക്കുന്നത്. ഒപ്പം മറ്റൊരു പോലീസുകാരനും ഈ TP രാമകൃഷ്ണൻ MLA ഇടത് കൺവീനർ, അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള ഒരു വിഷ്ണു എന്ന ഉദ്യോഗസ്ഥനെതിരെയും സൈബർ ആക്രമണം വലിയ തോതിൽ കോൺഗ്രസ് അണികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. വിഷ്ണുവാണ് ഈ അതിക്രമങ്ങൾക്ക് അല്ലെങ്കിൽ ഷാഫിക്കെതിരായ മർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ആരോപിച്ചിരുന്നത്. എന്നാൽ അത് മാറ്റിയാണ് പിന്നീട് അഭിലാഷ് ഡേവിഡിന്റെ പേരിലേക്ക് ഈ ആരോപണം പരിമിതപ്പെടുത്തിയത്. എന്തായാലും വിഷ്ണു അടക്കമുള്ള ആളുകളും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ പരാതി ഉണ്ടെന്ന് വ്യക്തമാക്കി. പക്ഷേ ഒരു എഴുതി തയ്യാറാക്കിയ അല്ലെങ്കിൽ ഇത്തരത്തിൽ അപകീർത്തികരമായ കാര്യങ്ങളിൽ നടപടിയെടുക്കുന്ന ആവശ്യപ്പെട്ടുള്ള പരാതിയൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും നൽകിയിട്ടില്ല. എന്തായാലും നിലവിൽ ഔദ്യോഗികമായി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അഭിലാഷ് ഡേവിഡ് തന്നെയാണ്. നാളെ നടക്കാനിരിക്കുന്ന DYSPയുടെ വീട്ടിലേക്കുള്ള മാർച്ചിനെയും ഈ പരാതിയും കൂട്ടിച്ചേർത്ത് വായിക്കുക തന്നെ വേണം കേട്ടോ. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കലൂർ സ്റ്റേഡിയ വിവാദം രാഷ്ട്രീയമായി നേരിടാൻ CPM കോൺഗ്രസ് മുതലെടുപ്പിന് അവസരമൊരുക്കുന്നതെന്ന് GCDA കൗൺസിലിലെ പാർട്ടി ഫ്രാക്ഷനിൽ ധാരണയായി. സ്റ്റേഡിയം കൈമാറ്റത്തിൽ GCDAക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന്
ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയും CPM ജില്ലാ നേതൃത്വവും ആവർത്തിച്ചു. കുറേയേറെ വന്നിട്ടുണ്ട്. എല്ലാം മാധ്യമങ്ങൾക്ക് കൊടുക്കുക, ഒന്നും മറയ്ക്കാനില്ല. കരാറുണ്ടെങ്കിൽ അത് പുറത്തുവിടും, അതിന്റെ രേഖകൾ പുറത്തുവിടും. ഇല്ല, സ്പോർട്സ് കേരള ഫൗണ്ടേഷന് സ്റ്റേഡിയം മാച്ചിന് വേണ്ടി തയ്യാറാക്കാൻ കൈമാറിയിട്ടുണ്ട്. അത് രേഖാപരമാണ്. അത്രയും. സ്പോൺസർക്ക് കൈമാറിയതാണ് ഇതിലെ വിവാദം. സ്പോൺസർക്ക് GCDയെ കൈമാറിയിട്ടില്ല, അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല. ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു PSU ആണ്. അതിന്റെ MD വിഷ്ണുരാജ് IAS ആണ്. അത് ഗവൺമെന്റ് സ്ഥാപനമാണ്. അവർക്കാണ് കൈമാറിയിട്ടുള്ളത്. GCDയും സ്പോൺസറും തമ്മിൽ നേരിട്ട് ഇടപാടുകളൊന്നുമില്ല. അവര് അവിടുത്തെ ടൂർണമെന്റ് കൊണ്ടുവന്നിരുന്നതിലേക്ക് ഞങ്ങൾ ബന്ധമുണ്ട്. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മേൽനോട്ടമുണ്ട്. സ്റ്റേഡിയം കൈമാറ്റത്തിൽ ഒരു നേരിട്ടുള്ള ഇടപാട് കൈമാറ്റം അവർക്ക് കൈമാറിയിട്ടില്ല. SKFന് കൊടുത്തിട്ട് കേരള ഗവൺമെന്റ് സ്ഥാപനത്തിനല്ലേ കൊടുത്തിട്ട് കളി നടക്കണ്ടേ? ഇഷ്ടമുള്ളതും ചെയ്യാൻ പറ്റില്ല. അതിന് മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ചെയ്യുന്ന ഓരോന്നും കൃത്യമായി പരിശോധിച്ച് എത്ര പണം മുടക്കി എന്ത് ചെയ്തു. ആര് പറഞ്ഞു 70 കോടി? അപ്പൊ അതിന് എനിക്കെന്താ ഉത്തരവാദിത്വം? സ്പോൺസർ 70 കോടി എന്ന് പറയുന്നത് ഞാൻ ഏറ്റെടുക്കണം. അവിടെ നടത്തേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ലൈറ്റുകൾ മാറ്റലാണ്. ലൈറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോൾ അവിടെ ഉള്ളത് ഹാലോജൻ ലൈറ്റുകളാണ്. LED വേണമായി അതിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അത് ഈ കളിക്ക് വേണ്ടി സ്റ്റേഡിയം ക്വാളിഫൈ ചെയ്യുന്ന നടപടികളിൽ ഒന്നാണ്. നിങ്ങളുടെ ആവശ്യം അതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്, അത് ചെയ്ത് തെറ്റായി പോയി എന്നാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? പൊതുമുതലാണല്ലോ GCDയുടെ പൊതുമുതലായിട്ട് അതെ അതെ ടെൻഡർ നടപടികളോ അല്ലെങ്കിൽ സുതാര്യമായിട്ടുള്ള ലേലം വിളിയോ കൊടുക്കാന്ന് പറയുന്നത് അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ ഈ ആവേശമെല്ലാം നല്ലത് തന്നെയാണ്. ചുരുങ്ങിയ ദിവസങ്ങൾക്കകത്ത് അവിടുത്തെ വർക്കുകൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റേഡിയം കൈമാറി. ഒന്നാമത് GCD നേരിട്ട് പണം മുടക്കുന്നില്ല. മെസ്സി വരണമെന്നും ഇവിടെ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ കളികൾ നടക്കണമെന്നുള്ളത് കേരളത്തിന്റെയും നമ്മുടെ നാടിന്റെ എല്ലാവരുടെയും ആവശ്യമാണ്. മുഴുവൻ കായിക പ്രേമികളും വളരെ ആവേശത്തിലായിരുന്നു ഇതിനെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏറ്റവും ഒടുവ് വന്ന വാർത്ത പ്രകാരം അതിന്റെ ഡേറ്റ് മാറുന്നു എന്ന വാർത്ത പുറത്തു വന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാഷ്ട്രീയമായി ചോദിക്കുന്നതിനോ മറുപടി പറയണതിനൊന്നും ഒരു പ്രയാസമില്ല. പക്ഷെ ഇന്നലെ വൈകുന്നേരം നമ്മൾ കണ്ടത് എന്താണ്? ആ സ്റ്റേഡിയത്തിലേക്ക് ഒരു സംഘം അതിക്രമിച്ച് കയറുന്നു. അത് നശിപ്പിക്കാൻ ആവശ്യമാവുന്ന രൂപത്തിലേക്ക് ഒരു ഇന്റർനാഷണൽ മാച്ച് കളിക്കുമ്പോൾ നടത്തേണ്ട സൂക്ഷ്മതയോടെയുള്ള പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും ആ പ്രവർത്തനം പൂർത്തീകരിച്ച് വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിലേക്ക് അതിക്രമിച്ച് കയറുകയാണ്. എന്തിനാണ് അങ്ങനെ കയറുന്നത്? അപ്പം മെസ്സി വരരുത്, ഈ പരിപാടി നടക്കരുത് എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്നല്ലേ അത് കാണിക്കുന്നത്. അപ്പം രാഷ്ട്രീയമായി ആക്രമിക്കാനുള്ള ഒരു സാഹചര്യം ഇതിനെ മാറ്റുകയും ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ ഇത് അലങ്കോലപ്പെടുത്താൻ കഴിയുമോ എന്ന നിലയിലേക്കാണ് കോൺഗ്രസ് ഈ കാര്യം കൊണ്ടുവന്നത്. അത് തെറ്റാണ്. കോൺഗ്രസ് ആ തെറ്റ് പറ്റിയെന്നുള്ള ആളുകളോട് പറയണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപങ്ങളോ മറ്റു കാര്യങ്ങളോ സംശയങ്ങളോ ഉന്നയിക്കാനുണ്ടെങ്കിൽ അതിനെല്ലാം ഉള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞങ്ങൾ അതിനൊന്നും എതിർക്കുന്നതല്ല, അതൊക്കെ ഉന്നയിക്കാവുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തി രാഷ്ട്രീയ പ്രേരിതമാക്കി ഈ കേരളത്തിൻ്റെ കായിക അന്തരീക്ഷത്തെ ലോകത്തിൻ്റെ മുന്നിലേക്ക് കാണിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ കേരളത്തെ തന്നെ ലോകത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഇത്തരം സാധ്യതകളെ നശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ടാണ് അത് അവർ രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അടവ് സമീപനമൊക്കെ ആയിട്ട് ഇത്തരം നല്ല പ്രവൃത്തിയെ പോലും മാറ്റാൻ. അതേസമയം നവീകരണ പ്രവർത്തനങ്ങൾക്ക് കരാറില്ലെന്നും നടപടികൾ ദുരൂഹമാണെന്നും GCDA യോഗശേഷം കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. അർജന്റീനിയൻ ടീം കൊച്ചിയിൽ വരുന്നില്ല എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച ഇന്ന് നടക്കുകയുണ്ടായി ജനറൽ കൗൺസിലിൽ. ഞാനും ബഹുമാനിയായ ശിവകുമാർ തോമസ് ആ വിഷയം ഉന്നയിച്ചു. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നയപരമായ തീരുമാനം ജനറൽ കൗൺസിൽ വയ്ക്കുകയും അജണ്ട വയ്ക്കുകയും അത് ചർച്ച ചെയ്യുകയും എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകുകയും ആ വ്യക്തതയുടെ അടിസ്ഥാനത്തിൽ ഒരു DPR ഉണ്ടാക്കിയ അത്തരം പ്രവർത്തികൾ അവിടെ നടത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ജനറൽ കൗൺസിലിൽ ഉന്നയിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനമെടുക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു റെപ്രസെൻറ്റേറ്റീവും GCDയുടെ ചീഫ് എഞ്ചിനീയറും സ്പോൺസറുടെ ഒരു എഞ്ചിനീയറും കൂടി 3 അംഗ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയാണ് അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വെരിഫിക്കേഷൻ നടത്തി അതാത് ദിവസം മീറ്റിംഗ് കൂടി നടത്തുന്നു എന്നുള്ളതാണ് ചെയർമാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വിയോജനക്കുറിപ്പ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തി. കാരണം ഇത് സുതാര്യമായി ഒരു ഇൻ്റർനാഷണൽ ടീം
ഇവിടെ വന്ന് ഒരു മത്സരം നടത്തുന്നത് ഞങ്ങൾ എതിർക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളിതെല്ലാം ഒരു പ്രതിഷേധം ഉണ്ടാക്കരുത്. പക്ഷേ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് GCDA ചെയർമാൻ്റെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. സ്പോൺസർ അയാളുടെ സ്പോൺസർഷിപ്പിനെ തുടർന്ന് ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായി. അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ, എഗ്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ടോ, അല്ല ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചു. ആ സന്ദർഭത്തിൽ GCDA ചെയർമാൻ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയും ഇല്ല. സ്പോൺസർ ഈ 30-ാം തീയതി വർക്ക് കഴിഞ്ഞാൽ അദ്ദേഹം പോകണം. തുടർന്ന് അദ്ദേഹം എന്തെങ്കിലും കളി കൊണ്ടുവരികയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ്. GCDയുടെ യോഗം നടക്കവേ ഓഫീസിലേക്ക് യുവമോർച്ച പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പ്രവർത്തകർ കായിക മന്ത്രിയുടെ കോലം കത്തിച്ചു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇതൊരു കോൺഗ്രസ് മാത്രം ഉന്നയിക്കുന്ന ഒരു വിഷയമല്ല. പ്രത്യേകിച്ചും കലൂർ സ്റ്റേഡിയത്തിൻ്റെ മറവിൽ ഏതെങ്കിലും കരാറുകൾ ഉണ്ടായിട്ടുണ്ടോ? ഈ നവീകരണ പ്രവർത്തനത്തിൻ്റെ മറവിൽ കരാർ ഉണ്ടായിട്ടുണ്ടോ എന്ന് പൊതുസമൂഹത്തിന് അറിയണം. കാരണം ഇതൊരു പൊതുസ്വത്താണ്. മാത്രമല്ല GCDA ചെയർമാൻ നേരത്തെ പറഞ്ഞത് 70 കോടി രൂപയുടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് തനിക്കറിയില്ല എന്ന് പറയുന്നു. പക്ഷേ സ്പോൺസർ അത് അവകാശപ്പെടുന്നുണ്ട്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പല ദുരൂഹതയും നിലനിൽക്കുന്നുണ്ടല്ലോ. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ GCDA തയ്യാറായിട്ടുണ്ടോ? ടോം, ഈ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഈ അവ്യക്തതകൾ അതിനെ ഇപ്പോഴും ഈ മെസ്സി വരില്ല, അർജൻറ്റീന ഇപ്പോൾ ഈ മാസം നവംബറിൽ കളിക്കില്ല, ഇതെല്ലാം തന്നെ ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഉറപ്പാകാത്തൊരു കാര്യം ഈ കരാർ സംബന്ധിച്ച കാര്യങ്ങളിലെ വിശദാംശങ്ങളാണ്. അതിന് ഇതുവരെയും ഒരു വിശദീകരണം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരുന്ന കരാർ, ആ കരാറിൽ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, ഇതിൽ ഇത്ര കോടി രൂപ 70 കോടി രൂപ മുടക്കുന്നു എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. ഈ മുടക്കുന്നതിന് എന്താണ് വ്യവസ്ഥ, ഈ എന്തെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യും. അതുമാത്രവുമല്ല, ഈ 70 കോടി രൂപ മുടക്കുന്ന ഒരാൾക്ക് അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം മുടക്കുന്നതാണോ, മറ്റ് അയാൾക്കിതിലുള്ള ഒരു ലാഭവിഹിതം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വിശദാംശങ്ങൾ വേണം. കാരണം ഈ പറയുന്നത് പോലെ തന്നെ ഒരു വലിയ കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ തന്നെ ഒരു വലിയ കായിക ദിനത്തിൻ്റെ ഒരു വലിയ ദിവസം തന്നെയാണ് ആയിരിക്കുമായിരുന്നു, അതിലൊരു സംശയവുമില്ല. പക്ഷേ അപ്പോഴെല്ലാം തന്നെ ഈ പൊതു ഇടങ്ങൾ ഉപയോഗിക്കുന്നതിനെല്ലാം തന്നെ വളരെ വ്യക്തത വേണം. അതിന് കൃത്യമായ ഒരു കരാറും ധാരണകളും എല്ലാം തന്നെ വേണം. അല്ല എങ്കിൽ ഇതുപോലെ ഇരട്ടിൽ നിൽക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. അത് GCDAക്ക് ഇനിയെങ്കിലും ബോധ്യപ്പെടുമെന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നിരിക്കുന്നു. ഇന്നിപ്പോൾ GCDയുടെ ജനറൽ കൗൺസിലും എക്സിക്യൂട്ടീവും എല്ലാം തന്നെ ചേർന്നിരുന്നു. ഇതിലൊന്നും തന്നെയും ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഈ കരാർ എന്താണ് എന്നത് സംബന്ധിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. GCDA ചെയർമാൻ തന്നെ പറയുന്നു ഈ കരാർ സംബന്ധിയായ കാര്യങ്ങളൊന്നുമില്ല, 70 കോടി രൂപയ്ക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, താൻ പറഞ്ഞതല്ല. ഈ 70 കോടി രൂപ ഇത് കണക്കാക്കുന്നത് എങ്ങനെയെന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു എസ്റ്റിമേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പ്രതിപക്ഷ MLA-മാർ GCDA കൗൺസിൽ യോഗത്തിന് ശേഷം TJ വിനോദും ഉമാ തോമസും പറയുന്നു. ഇതിൽ മുഴുവൻ അവ്യക്തതയാണ് നിലനിൽക്കുന്നത് എന്ന് പറയുന്നു. ഒരു വശത്ത് ഹൈബി ഈഡൻ MP-യും തുടക്കം മുതൽ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇത് ആരുടെ കരാറാണ്, എന്താണെന്ന് വ്യക്തമാക്കണം, ഇതിൽ മുഴുവൻ സംശയങ്ങളാണ് എന്ന് പറയുന്നു. ഒരു പടി കൂടി കടുപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. കായിക മന്ത്രി എന്നതിനേക്കാളപ്പുറം ഒരു ബിസിനസ്സുകാരനാണ്, അത്തരം താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം, അതെന്താണെന്ന് വ്യക്തമാക്കണം എന്നതെല്ലാം തന്നെ പറയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. എന്തായാലും ഈ യോഗങ്ങൾ ഇതെല്ലാം തന്നെ സമാപിച്ചിരിക്കുന്നു എന്നതാണ്. ഈ കാര്യങ്ങളിൽ ഒരു വിശദീകരണം ചോദിച്ച പലപ്പോഴും തന്നെ ഇതിൽ എന്ത് എന്ന് പറയുന്നു എന്നതാണ്. ഇതിൽ
ഇപ്പോൾ യോഗം കഴിഞ്ഞ ഒരു MLA മാരടക്കമുള്ളവർ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഒരു വലിയ പ്രതികരണത്തിലേക്ക് അവർ നിൽക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൽ നേരത്തെ പ്രതിപക്ഷ MLA മാരടക്കം ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചു പോയിരുന്നു. ഇപ്പോൾ PV ശ്രീനിജനടക്കം ഭരണപക്ഷ MLA മാരടക്കം വരുന്നുണ്ട്. പക്ഷേ കൂടുതൽ വിശദീകരണത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയർമാൻ GCD ചെയർമാൻ പറയട്ടെ എന്നതാണ് അദ്ദേഹവും ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ വലിയ ഉത്തരങ്ങളില്ലാതെയാണ് GCD നിൽക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇത്തരം കാര്യങ്ങളിലില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ മണിക്കൂറുകളായി നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. GCDയുമായി ബന്ധപ്പെട്ടുകൊണ്ട് GCD ഓഫീസിലടക്കം നിലകൊള്ളുന്നു. പക്ഷേ വലിയ പ്രതികരണങ്ങൾ ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് വലിയ ഇതിൽ എന്താണ് സംഭവിച്ചത്, ഈ കരാർ സംബന്ധിച്ച് എന്ത് വ്യക്തതയാണ് ഇനി പറയുവാനുള്ളത്, വിശദീകരിക്കാനുള്ളത്, അത്തരം കാര്യങ്ങളിലേക്കൊന്നും GCD ഔദ്യോഗികമായി നീങ്ങുന്നില്ല എന്നതാണ്. ഒപ്പം പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നു. നേരത്തെ BDJസും അതോടൊപ്പം തന്നെ യുവമോർച്ചയും. തീർച്ചയായും ഡാനി, ഇവിടെ ഈ ഇത്തരമൊരു കരാർ GCDയെയും ഈ സ്പോൺസറും തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യമെങ്കിലും പൊതുസമൂഹത്തിന് അറിയണ്ടേ? ഇന്നത്തെ യോഗത്തിൽ ഇക്കാര്യങ്ങൾ GCD അംഗങ്ങൾ ഉയർത്തിയിരുന്നോ? പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ഉയർത്തിയിരുന്നോ? അവർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊരു മറുപടി നൽകാൻ GCD അധികൃതർ തയ്യാറായിട്ടുണ്ടോ ഡാനി? ടോം, അതാണ് ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം. കാരണം ഇതിൽ കൃത്യമായ ആവശ്യങ്ങൾ തങ്ങൾ ഉന്നയിച്ചിരുന്നു എന്ന് പ്രതിപക്ഷ MLA മാർ പറയുന്നു. എന്താണ് കരാർ, അതിൻ്റെ വ്യവസ്ഥകൾ എന്താണ്, ഇത്തരം കാര്യങ്ങൾ ചോദിച്ചിട്ട് അതിൽ കാര്യമായ ഒന്നും തന്നെയില്ല. കാരണം എസ്റ്റിമേറ്റ് പോലും ഇല്ലാതെ ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളിലേക്ക്, അതും 70 കോടി രൂപ എന്നെല്ലാം പറയുന്ന കാര്യങ്ങളിലേക്ക്, കണക്കുകളിലേക്ക്, അതിൻ്റെ ഒരു നവീകരണ പ്രവർത്തനങ്ങളിലേക്ക് ആര് എന്ത് കരാർ ഉണ്ടാക്കി എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അതിൽ ഒരു വ്യക്തതയുമില്ല എന്നതാണ്. എന്തെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു, അതിന് എത്ര രൂപയാകുന്നു, എന്താണ് അത്, ഏത് രീതിയിലാണ് അത് കണക്കാക്കേണ്ടത്, വകയിരുത്തേണ്ടത്. അതുമാത്രവുമല്ല, അവിടെ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും തന്നെ വലിയ രീതിയിലേക്ക് വിവാദങ്ങളാകുന്നൊരു കാര്യം കൂടിയുണ്ട്. അവിടെ ആ സ്റ്റേഡിയത്തിന് പെയിൻ്റ് അടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ കമ്പനി 5 വർഷത്തെ വാറണ്ടി നൽകിക്കൊണ്ടാണ് പെയിൻറ് നടത്തിയിരുന്നത്. പക്ഷേ സ്പോൺസർ അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം മറ്റൊരു രീതിയിലുള്ള നിറം അതിന് സ്റ്റേഡിയത്തിനകത്ത് നൽകിയതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ നേരത്തെ അടിച്ചിരുന്ന പെയിൻറ് നൽകിയിരുന്ന കമ്പനി പറയുന്നു തങ്ങൾ ഉറപ്പ് നൽകിയിരുന്ന വാറണ്ടി ഇനി നൽകാൻ കഴിയില്ല എന്ന രേഖാമൂലം തന്നെ അവർ GCD അറിയിച്ചതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ മുഴുവൻ കെടുകാര്യ സ്ഥിതി. ഇത് ഒരുപക്ഷെ മെസ്സി വന്ന് ഇതൊരു വലിയൊരു ഇവൻ്റായി മാറിയിരുന്നെങ്കിൽ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ അപ്രസക്തമാകുമായിരുന്നു. അത് തന്നെയായിരുന്നു മുഴുവൻ പ്രതീക്ഷയും. പക്ഷേ ആ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു. പിന്നീട് ഉയർന്നിരിക്കുന്നത് ഈ ആരോപണങ്ങൾ തന്നെയാണ്. അതിലോ എല്ലാത്തിനും അക്കമിട്ട മറുപടി പറയേണ്ട അവസ്ഥയിൽ ഇപ്പോൾ GCD എത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ്. വെറുതെ ഒഴുക്കൻ മട്ടിൽ ഇതൊരു രാഷ്ട്രീയ വിവാദമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായി തങ്ങൾ നേരിടും, അതിന് ഉത്തരം പറയും, രാഷ്ട്രീയ വിവാദമാക്കി തീർക്കാൻ ഒരു ഭാഗത്ത് കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നതെല്ലാം പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് പാടുപെട്ടുള്ളൊരു പ്രതിരോധം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കായിക പ്രേമികൾക്കടക്കം ഇത്തരം കാര്യങ്ങളിൽ വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നതായി പറയുന്നുണ്ട്. ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളെ അടക്കം ഇതിൽ ബാധിക്കുന്നു. ഒരുപക്ഷെ ISLനെ അടക്കം പ്രതികൂലമായി ബാധിക്കുമെന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ആശങ്കയ്ക്കെല്ലാം തന്നെ ഉത്തരം വരുത്തേണ്ടതുണ്ട്. അവിടെ നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങളിൽ പഴയ നിർമ്മാണ പ്രവർത്തികൾ പലതും പൊളിച്ചു നീക്കിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ അവിടേക്ക് വരുന്ന അതിൻ്റെ ഒരു പ്രവേശന കവാടം ഉൾപ്പെടെയുള്ള കാര്യം, ഇതെല്ലാം ആരുടെ അനുവാദം വാങ്ങിച്ചോട്ടുള്ള മരങ്ങൾ ഒരു ഭാഗത്ത് വെട്ടിമുറിച്ച് നീക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഇത് GCDയുടെ അംഗീകരിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. തീർച്ചയായും GCDയെ ഈ അർജന്റീന മത്സരത്തിൽ തീർച്ചയായും ഇരുട്ടിൽ നിൽക്കേണ്ട അവസ്ഥയിൽ തന്നെയാണ് ടോം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി സൂചിപ്പിച്ചതുപോലെ പല ചോദ്യങ്ങൾക്കും ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. ഇത് കോൺഗ്രസ് വികസന വിരോധികളാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ കായിക വികസനത്തിന് തുരങ്കം വയ്ക്കുന്നു എന്നൊക്കെ ആരോപണം CPM ഉന്നയിക്കുമ്പോഴും ഇവിടുത്തെ കായിക പ്രേമികളുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ GCD അധികൃതർ ബാധ്യസ്ഥരാണ്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ SITയുടെ കസ്റ്റഡിയിൽ ലഭിച്ച മുരാരി ബാബുവിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം ഇരുവരെയും ശബരിമലയിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സ്വർണത്തിന് പകരം ചെമ്പെന്ന് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയത് ആരുടെ സ്വാധീനത്തെ തുടർന്നെന്ന് കണ്ടെത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. 4 ദിവസത്തേക്കാണ് മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, മുരാരി ബാബുവിനെയും പോറ്റിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ്? കാരണം
ഈ രീതിയിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ? ഈ സ്വർണ്ണപ്പാളിക്കപ്പുറം കൂടുതൽ തട്ടിപ്പുകൾ, മോഷണം അവിടെ നടന്നിട്ടുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെയാണ് കണ്ടെത്തേണ്ടത്. എന്തെങ്കിലും സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട്, ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോം, ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ 1-ാം പ്രതിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുപോലെ തന്നെ ആ കേസിലെ 2-ാം പ്രതിയാണ് മുരാരി ബാബു. ഇത് രണ്ടുപേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തതിൽ മാത്രമേ കൃത്യമായ ഒരു വിവരം ഈ അന്വേഷണ സംഘത്തിന് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി ഇവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുക. ഒപ്പം ഈ കൃത്യം നടന്ന ശബരിമലയിൽ ഈ 2 പ്രതികളെയും ഒന്നിച്ച് ശബരിമല എത്തിച്ചതിന് ശേഷം അവിടെ വെച്ചും ചോദ്യം ചെയ്ത് ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ഈ അന്വേഷണ സംഘം പ്രധാനമായി ചെയ്യുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ 2 പേരെയും വരും ദിവസങ്ങളിൽ സന്നിധാനത്ത് എത്തിക്കാനാണ് സാധ്യത. കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബാംഗ്ലൂരും അതുപോലെ തന്നെ ചെന്നൈയിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ കൊണ്ട് ഈ കൃത്യമായ തെളിവെടുപ്പും കാര്യങ്ങളെല്ലാം ഈ അന്വേഷണ സംഘം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ എത്തിച്ചതിന് ശേഷം 4 ദിവസം അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ളത്. എന്തായാലും നവംബർ 16-ാം തീയതിയാണ് നടക്കാനുള്ള സാധ്യത. അതുകൊണ്ട് മണ്ഡലകാലം ആരംഭിക്കുകയാണ്. ആ മണ്ഡലകാലത്തിന് മുമ്പായി ഈ 2 പേരെയും സന്നിധാനത്ത് എത്തിക്കണം. വിശദമായ ചോദ്യം ചെയ്യൽ നടക്കണം. തെളിവുകൾ ശേഖരിക്കണം. എങ്ങനെയാണ് ഈ ഗൂഢാലോചന നടത്തിയത്, ഇവരല്ലാതെ ഈ 2 പേരല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കണം. അതിനായി സന്നിധാനത്ത് 2 പേരെ എത്തിച്ചെങ്കിൽ മാത്രമേ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയുള്ളൂ. ഇതിനിടയിൽ അവിടെയുള്ള തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും എല്ലാം കൃത്യമായി നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ 2 പേരെയും അടുത്ത ദിവസങ്ങളിൽ തന്നെ സന്നിധാനത്ത് എത്തിക്കും. സന്നിധാനത്ത് എത്തിയ ശേഷം എങ്ങനെയാണ് ഈ കൃത്യം നടത്തിയത്, ഈ കവർച്ച നടത്തിയത്, ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, എങ്ങനെയാണ് ഇവരല്ലാതെ തന്നെ മറ്റാർക്കെങ്കിലും ഇതിനകത്ത് പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി ചോദ്യം ചെയ്യണമെങ്കിൽ ഈ 2 പേരെയും സന്നിധാനത്ത് എത്തിക്കണം. അത് തീർത്ഥാടകരുള്ള സമയത്ത് എത്തിച്ചാൽ ഒരുപക്ഷെ പ്രകോപനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർ, അതായത് ഈ കസ്റ്റഡി കാലയളവിൽ തന്നെ അത്തരമൊരു നീക്കമുണ്ടാകുമോ? മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ പോറ്റിയെ കോടതിയിൽ എത്തിച്ചപ്പോൾ ചെരിപ്പേർ ഉൾപ്പെടെ ഉണ്ടായതാണ്. ഇത് ഈ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നിച്ച് തെളിവെടുപ്പിന് ശബരിമലയ്ക്ക് എത്തിക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് രഹസ്യമായിട്ടായിരിക്കുമോ തെളിവെടുപ്പും മറ്റു നടപടികളും? ടോം ചോദിച്ചത് പ്രധാനമായ കാര്യമാണ്. കാരണം ഇതിന്റെ കേസിന്റെ തുടക്കം മുതൽ കോടതി വളരെ രഹസ്യ സ്വഭാവത്തിൽ തന്നെയാണ് നടത്തുന്നത്. കോടതിയിൽ അടച്ചിട്ട മുറികളിലാണ് കേസിന്റെ വിചാരണയും അതുപോലെ നടപടിക്രമങ്ങളും നടത്തിയിട്ടുള്ളത്. മറ്റ് കേസുകൾ മാറ്റിവെച്ചതിന് ശേഷമാണിത്. കൃത്യമായി ഹൈക്കോടതിയുടെ നിരീക്ഷണമുള്ള കേസായതുകൊണ്ട് തന്നെ അത്തരത്തിൽ തന്നെയാണത്. വലിയ വികാരമാണ്. അത് ഭക്തരെ സംബന്ധിച്ച് അവരുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ 2 പേരും ചെയ്തിട്ടുള്ളത്, ഈ പ്രതികളെല്ലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ വൈകാര്യമായ പ്രതിഷേധം ഭക്തരുടെ ഇടയിൽ നിന്നുണ്ടാകാൻ സാധ്യത. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ ചെരിപ്പേർ ഉണ്ടായ കാര്യം. ഒപ്പം പോലീസിന്റെ വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി തന്നെ കടന്നാക്രമണത്തിന് വരെ ശ്രമിക്കുന്ന ഒരു സാഹചര്യം റാന്നിയിലുണ്ടായി. സമാനമായ രീതിയിൽ ഒരു തീർത്ഥാടന കാലത്താണ് ഇവരെ അവിടെ എത്തിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ 16-ാം തീയതിക്ക് മുന്നേ തന്നെ 2 പേരെയും ഒന്നിച്ച് ശബരിമലയിൽ എത്തിക്കേണ്ടത്. ഈ 30-ാം തീയതി നാളെ കൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി തീരും. വീണ്ടും കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടാൻ അന്വേഷണം കോടതി കൊടുക്കും. അതിനുശേഷമായിരിക്കും ഈ 2 പേരെ ഒന്നിച്ച് ഈ സന്നിധാനത്ത് എത്തിക്കുക. എത്തിച്ചതിന് ശേഷം ഈ തെളിവുകൾ ശേഖരിക്കുക. എന്തായാലും ഈ ഭക്തരെ സംബന്ധിച്ച് വലിയ വേദന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വലിയ അമർഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഈ പ്രതികളെല്ലാം. അതുകൊണ്ട് സന്നിധാനത്ത് വളരെ ഗൗരവമുള്ള ഈ 2 പേരും കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്നവരാണ്. അവർ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഈ മോഷണമാണ്, ഈ സ്വർണ്ണ കവർച്ചയാണ് നടന്നിട്ടുള്ള കാര്യമാണ് ഇതിൽ ഗൗരവമുള്ള കാര്യം. ഇത് കൃത്യമായി ഇതിനകത്ത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിലാണ് മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒന്നിച്ചിരുത്തി SIT ചോദ്യം ചെയ്യുന്നത്. 2 പേരെയും ഉടൻ തന്നെ ശബരിമല എത്തിച്ച് തെളിവെടുപ്പ് നടത്താനും നീക്കമുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.